ധനകാര്യമന്ത്രി വീണ്ടും ഒരിക്കൽ കൂടി വാഗ്ദാനങ്ങളും ആവർത്തനങ്ങളും നടത്തിക്കൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ഈ ബജറ്റിലൂടെ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സംസ്ഥാന ബജറ്റ് എന്ന് പറഞ്ഞാൽ അത് കോൺക്ലേവുകളുടെ പ്രഖ്യാപനമായിട്ട് മാറിയിരിക്കുകയാണ്. സംസ്ഥാന ബജറ്റ് കോൺക്ലേവുകളുടെ പ്രഖ്യാപനമായിട്ട് മാറിയിരിക്കുകയാണ്. ഇത്തവണയും അതിൽ കുറവ് വരുത്തിയിട്ടില്ല. ഫിനാൻഷ്യൽ കോൺക്ലേവ്, AI കോൺക്ലേവ്, ഇനി ബാക്കിയുള്ളത് ഈ നമ്മുടെ പാമ്പുകടി ഏൽക്കുന്നതിന് തടയാൻ വേണ്ടി പാമ്പുകളുടെ ഒരു കോൺക്ലേവും, വന്യജീവി ശല്യം തടയാൻ വേണ്ടി കടുവയെയും ആനയെയും വെച്ചിട്ടുള്ളൊരു കോൺക്ലേവുമാണ് ഇനി ബാക്കിയുള്ളത്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ എല്ലാ കോൺക്ലേവും പൂർത്തിയാവും. ശ്രീ KM മാണി ഉണ്ടായിരുന്ന കാലത്ത് പാലായ്ക്കാണ് ബജറ്റിൽ ഏറ്റവും പ്രാധാന്യമെങ്കിൽ ഇപ്പോൾ അത് കൊല്ലത്തിനായി എന്നുള്ളൊരു വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ഞാനിതൊന്നും മണ്ഡലത്തിൽ വോട്ടുറപ്പിക്കാനാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഇടതുപക്ഷ മുന്നണി 2021 അവരുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിട്ട് പറഞ്ഞിരുന്നത് സാമൂഹ്യക്ഷേമ പെൻഷൻ 2500 രൂപയാക്കുമെന്നാണ്. അത് ഈ ബജറ്റിലും ആ പ്രഖ്യാപനം പ്രാവർത്തികമായിട്ടില്ല. ധനകാര്യമന്ത്രി പറയുന്നത് സാമ്പത്തിക ഭദ്രതയുണ്ട് എന്നാണ് പറയുന്നത്. സംസ്ഥാനം സാമ്പത്തിക ഭദ്രത കൈവരിച്ചു എന്നാണ്. അങ്ങനെ കൈവരിച്ചതിന് ശേഷം എന്തുകൊണ്ട് ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ 2500 ആക്കാനുള്ള തീരുമാനമെടുക്കുന്നില്ല? 2 ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണവും DA കുടിശ്ശികയുടെ കാര്യവും ഇതെല്ലാം നടപ്പിലാക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സർക്കാർ ഭരണത്തിൽ വന്നത്. അതിൽ ഈ ബജറ്റിൽ പ്രഖ്യാപനമില്ല. കേന്ദ്ര സർക്കാർ ശമ്പള പരിഷ്കരണത്തിന് വേണ്ടിയിട്ടുള്ള അടുത്ത കമ്മീഷനെ വെച്ചു. സംസ്ഥാന സർക്കാർ അക്കാര്യത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. മാത്രമല്ല, അദ്ദേഹം പറയുന്നത് 50,000 കോടി കേന്ദ്രത്തിൽ നിന്ന് കിട്ടാൻ ബാക്കിയുണ്ടെന്നാണ്. ഏത് വകയിലാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾ സമ്പൂർണ്ണമായും മറന്നുപോയി എന്നാണ് അദ്ദേഹം ധരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതിയുടെ മുമ്പാകെ കേരളത്തിന് അർഹമായിട്ടുള്ളത് കേന്ദ്ര സർക്കാർ തരുന്നില്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയെ സമീപിച്ചിട്ട് സുപ്രീം കോടതി ആ കേസ് തള്ളിക്കളഞ്ഞ് കേരളത്തിന് കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടേണ്ടതെല്ലാം അർഹമായിട്ടുള്ളതെല്ലാം ലഭിക്കുന്നുണ്ട് എന്ന് സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചു. നിലവിലുള്ള നിയമപ്രകാരം കിട്ടേണ്ടതെല്ലാം കിട്ടുന്നുണ്ട്. ധനകാര്യമന്ത്രി GST നഷ്ടപരിഹാരത്തിൻ്റെ കാര്യം മുഖ്യമന്ത്രിയുമൊക്കെ പറയുന്നുണ്ട്. 2022 ജൂണിൽ GST നഷ്ടപരിഹാരം സംസ്ഥാനങ്ങൾക്ക് നൽകുന്നത് അത് അവസാനിക്കുമെന്ന് GST നടപ്പാക്കിയ അതേ സമയത്ത് തീരുമാനിക്കപ്പെട്ടിരുന്നതാണ്. അങ്ങനെ തീരുമാനിക്കപ്പെട്ട സാഹചര്യത്തിൽ തനത് വരുമാനം കൂട്ടാനുള്ള നടപടികൾ, ആ നടപടികൾ എന്തൊക്കെയാണ് സ്വീകരിച്ചത്, അതിൽ എന്ത് ഫലമുണ്ടായി, അതിലെന്ത് പോരായ്മയാണ് വന്നിട്ടുള്ളത്, ആ കാര്യത്തെക്കുറിച്ച് ഈ ബജറ്റിൽ ഒന്നും പരാമർശിച്ചതായിട്ട് കേട്ടിട്ടില്ല. മാത്രമല്ല, സംസ്ഥാനം കേന്ദ്രത്തിന് നൽകാനുള്ള കണക്കുകൾ, ആ കണക്കുകൾ നൽകാൻ പോലും 5 വർഷം താമസിച്ചു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. നൽകിയ രേഖകളുടെ അടിസ്ഥാനത്തിൽ കിട്ടേണ്ട മുഴുവൻ തുകയും കിട്ടി എന്നുള്ളതും വളരെ വ്യക്തമായിട്ടുണ്ട്. മാത്രമല്ല, റവന്യൂ കമ്മി ഗ്രാൻഡ്, ആ റവന്യൂ കമ്മി ഗ്രാൻഡിൻ്റെ കാര്യത്തിൽ കേരളത്തിന് എത്ര ലഭിക്കും എന്നുള്ളത് വളരെ മുൻകൂട്ടി അറിയാം.
15ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം റവന്യൂ കമ്മി ഗ്രാന്റ് അടിസ്ഥാനത്തിൽ 52,345.3 കോടി ഈ രാജ്യത്തെ ഏറ്റവും ഉയർന്ന വിഹിതങ്ങളിലൊന്നാണ് കേരളത്തിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഏത് കാര്യത്തിലാണ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ളത് കേന്ദ്രം ഞെരുക്കുന്നു എന്നുള്ള പതിവ് പല്ലവി, ആ പല്ലവി കേരളത്തിൻ്റെ നിയമസഭയിൽ അതിനെ ചോദ്യം ചെയ്യാൻ ആരുമില്ലാത്തതുകൊണ്ട് അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കേന്ദ്ര ഗ്രാന്റ് വെട്ടിക്കുറയ്ക്കുന്നു എന്നാണ് മറ്റൊരു പച്ചക്കള്ളം ഇന്ന് നിയമസഭയിൽ ബജറ്റിലൂടെ അവതരിപ്പിച്ചത്. ഇന്നത്തെ പത്രത്തിലൊരു വാർത്തയുണ്ട്. അടിസ്ഥാന സൗകര്യ മൂലധന നിക്ഷേപത്തിനായിട്ട് ഉപയോഗിക്കാൻ 124.25 കോടി രൂപ കേരളത്തിന് കേന്ദ്ര സർക്കാർ പ്രോത്സാഹന തുകയായി അനുവദിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ അമൃത് മിഷൻ സമർപ്പിച്ച പദ്ധതിയും അനുബന്ധ രേഖകളും കേന്ദ്ര നഗരമന്ത്രാലയം അംഗീകരിച്ചതിനെ തുടർന്നാണ് ഇതുണ്ടായിട്ടുള്ളത്. മാത്രമല്ല, ഈ എല്ലാ വർഷവും ആവർത്തിക്കുന്ന കുറേ പദ്ധതികൾ, ആ പദ്ധതികൾ വീണ്ടും ആവർത്തിക്കുന്നു. ചില പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു. കഴിഞ്ഞ പദ്ധതികളൊന്നും നടപ്പിലായിട്ടില്ല. വിഴിഞ്ഞത്തെക്കുറിച്ച് ഇപ്രാവശ്യവും പറഞ്ഞു. കൊല്ലം പുനലൂർ ഇടനാഴി 1000 കോടി കിഫ്ബി വഴി കണ്ടെത്തുമെന്ന് പറഞ്ഞു. ഔട്ടർ റിംഗ് റോഡിനെ കുറിച്ചും ഇതേ ബജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ കേരള ബജറ്റിൽ പ്രധാനപ്പെട്ട അടിസ്ഥാന വികസന പദ്ധതിയായിട്ട് വിശേഷിപ്പിച്ച വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ്, ആ ഔട്ടർ റിംഗ് റോഡ് ഇപ്പോഴും യാഥാർത്ഥ്യമാകാതെ തുടരുകയാണ്.